വിഴിഞ്ഞം തുറമുഖം ദക്ഷിണേന്ത്യയിലെ വികസനത്തിന്റെ അടയാളമായി മാറുമ്പോൾ മഹാരാഷ്ട്രയിൽ സമാന്തരമായി മറ്റൊരു കൂറ്റൻ തുറമുഖം ഒരുങ്ങുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിപ്പമുള്ള മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ 3 ഇരട്ടി വലിപ്പത്തിലാണ് വാധവൻ തുറമുഖം പൂർത്തിയാകുന്നത്. വാധവൻ തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെ ബാധിക്കില്ലെന്ന് JNPA അധികൃതർ പറഞ്ഞു. രാജ്യത്ത് ഏറ്റവുമധികം കണ്ടെയ്നർ നീക്കം നടത്തുന്ന തുറമുഖമാണ് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം. രാജ്യത്തെ മൊത്തം കണ്ടെയ്നർ നീക്കത്തിന്റെ 50% JNPA കൈകാര്യം ചെയ്യുന്നു. ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്കാൾ 3 ഇരട്ടി വലുപ്പത്തിലാണ് വാധവാൻ തുറമുഖം ഒരുങ്ങുന്നത്. മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങൾ, തെലങ്കാന, ഗുജറാത്തിന്റെ തീരങ്ങൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ വ്യാപാര ഇടപാടുകൾക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് വാധവാൻ തുറമുഖം ഒരുങ്ങുന്നത്. ഇത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ലെന്ന് അധികൃതർ പറയുന്നു. പ്രതിവർഷം 23 ദശലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ JNPAയുടെ വാധവാൻ തുറമുഖത്തിനാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആസൂത്രിത ശേഷി പ്രതിവർഷം 5 ദശലക്ഷം TEU വരെയാണ്. സമുദ്ര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി JNPA പേപ്പർ രഹിത ഹാർബർ മാനേജ്മെന്റ് സിസ്റ്റം പുറത്തിറക്കിയിരുന്നു. കൂടാതെ സ്വന്തമായി ഇന്റഗ്രേറ്റഡ് വെസൽ ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചു. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, GPS സംവിധാനങ്ങൾ വഴി ട്രാഫിക് കുരുക്കുകൾ നീക്കി പാർക്കിംഗ് സംവിധാനവും കണ്ടെയ്നർ നീക്കവും ഇവർ നടത്തുന്നു. ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇലക്ട്രിക് ട്രക്ക് ശേഖരമുള്ള തുറമുഖവും JNPA ആണ്. 2026 ഡിസംബറോടെ 600ഓളം വരുന്ന ആഭ്യന്തര ഹെവി ട്രക്കുകളുടെ 90% ഇലക്ട്രിക്കിലേക്ക് മാറ്റാനാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, മുംബൈ.